ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മാഷിൻ്റെ അടുത്തേക്ക് കമലാമ്മ വെള്ളം കൊണ്ടുവരികയാണ്. അന്നേരം മാഷ് ചോദിക്കും, ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ, അല്ല മാഷ് തൊടിയിൽ കുറേ നേരം പണിയെടുത്ത് വന്നതല്ലേ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അതോ നിൻ്റെ മകൻ എന്നെ ചൂട് പിടിപ്പിച്ചത് തണുക്കാനാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ആ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ മാഷ്. എന്നിട്ട് കമലാമ്മ മാഷോട് ചോദിക്കുകയാണ്, മാഷ് എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? മാഷിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പൊക്കി പറയും, അവനെ താഴ്ത്തി കെട്ടി പറയുകയും ചെയ്യുമ്പോൾ അവനത് സങ്കടമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മാഷ് പറയുന്നുണ്ട്, അവൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചവരൊന്നും എല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടൊന്നുമില്ല. പക്ഷെ നല്ല നിലയിൽ എത്തിയവർ ഒരുപാടുണ്ട്. പക്ഷെ അവൻ അങ്ങനെയല്ലല്ലായിരുന്നു. അവൻ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരാളല്ലല്ലായിരുന്നു. നന്നായി പഠിക്കുന്ന, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ഞാൻ പഠിപ്പിച്ചവരിൽ എൻജിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ഒരു ജീവിതമുണ്ട്. അവരെയാണ് ലോകം മാതൃകയാക്കുന്നത് കമല. അപ്പോൾ അവരെക്കുറിച്ചല്ലേ പറയേണ്ടത്? താഴ്ന്നു പോയവരെക്കുറിച്ച് ലോകം ആരെങ്കിലും മാതൃകയാക്കുമോ എന്ന് പറയാണ്. അന്നേരം കമലമ്മ പറയാണ്, മാഷിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മാഷിൻ്റെ വേദനകൾ പുറത്തേക്ക് വരുന്നത് ആ ഒരു വിഷമമായിട്ടല്ല, പിന്നെ എന്തായിട്ടാണ്? കമല കണ്ടെത്തിയ കാര്യം പറയും. കമലയുടെ വിചാരം കൂടെ നടന്നോട്ടെ. അന്നേരം കമല പറയാണ്, മാഷിൻ്റെ മനസ്സിലുള്ള ദേഷ്യവും വേദനയൊക്കെ പുറത്തേക്ക് വരുന്നത് പകയും വിദ്വേഷവും ഒക്കെ ആയിട്ടാണ് എന്ന് പറയുമ്പോൾ മാഷ കണ്ണൊക്കെ അങ്ങനെ നിറയാനിട്ട്. അപ്പോൾ കമലമ്മ പറയും, അയ്യോ മാഷെ ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എനിക്കെന്തിന് വേദനിച്ചില്ലല്ലോ, എനിക്ക് വേദന വരില്ലല്ലോ, ഞാൻ വേദനിക്കാത്തൊരു മനുഷ്യനാണല്ലോ. നീ എന്താ വിചാരിച്ചത്? എൻ്റെ മക്കളോട് എനിക്ക് പകയാണെന്നാണോ, വിദ്വേഷമാണെന്നാണോ, വെറുപ്പാണെന്നാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ അങ്ങനെയാണല്ലേ കരുതി വെച്ചിരുന്നത്? 3 പതിറ്റാണ്ടായിട്ട് എൻ്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് അങ്ങനെയാണല്ലേ മനസ്സിലായിട്ടുള്ളത്? അയ്യോ മാഷ് തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല ഞാൻ വിചാരിച്ചത്, സാരില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണേ. കമലയാണെന്നുണ്ടെങ്കിൽ കരയാണ്. നിന്നിട്ട് മാഷിൻ്റെ ആ ഒരു സങ്കടമൊക്കെ കണ്ടിട്ട് മാഷ് വേഗം തന്നെ ബാത്റൂമിലേക്ക് പോവുകയാണ്. തോർത്ത് വായിൽ അമർത്തി പിടിച്ച് കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷവർ ഓൺ ചെയ്തിട്ടിട്ട് പൊട്ടി കരയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സാബുവിൻ്റെ അടുത്തേക്ക് ശ്രീകാന്ത് വരികയാണ്. എന്നിട്ട് പറയും, എന്താടോ താൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് സാബുവിനോട് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അത് സാറേ, അവനൊന്ന് കിട്ടിയപ്പോൾ ഞാനത് തരം കിട്ടിയതല്ലേ, അപ്പോൾ അവനൊന്ന് പെഴുത്താന്ന് വിചാരിച്ചു. അത് അവളെ കൂടെ ഉള്ളപ്പോഴോ? അവളെ കൂടെ പോകുമ്പോൾ താൻ എന്തിനാണ് അവനെ പിടിച്ചു നിർത്തിയത്? എന്നിട്ട് അവളോട് താൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സാറേ ഞാൻ അങ്ങനെയൊന്നും മേഡത്തിനോട് പറയൂല, അത് സാറിനോട് ചോദിക്കുകയാണ്. എന്തായാലും അവൻ എന്നെ തല്ലുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സാറേ ഞാനത് ചെയ്തത്. താൻ പിന്നെ അവനെ തടഞ്ഞു നിർത്തി പേപ്പർ വാങ്ങിച്ച് കത്തിച്ച് കളഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സാറേ. അവൻ്റെ തരത്തിൽ കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ കുഴഞ്ഞു. സാറിൻ്റെ പെങ്ങൾ കയറി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണേ. എന്തായാലും ആ സി ഐക്ക് എന്തെങ്കിലും കൊടുക്കണം സാറേ എന്ന് പറയും. സി ഐക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് എന്തിനാണ് താൻ പറയുന്നത്? അല്ല, സി ഐ ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. ജീപ്പിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന്. അപ്പോൾ പറയുന്നുണ്ട് ശ്രീകാന്ത്, അത് നിങ്ങൾ പോലീസുകാർ തമ്മിലുള്ളൊരു സംരക്ഷണമല്ലേ, അതിന് ഞാൻ ഇടപെടേണ്ട കാര്യമില്ലല്ലോ സാറിങ്ങനെ ഒഴിഞ്ഞു മാറരുത്. അങ്ങനെയാണെങ്കിൽ സാറിന് അച്ഛനെ കാണേണ്ടി വരും. അച്ഛനെ കണ്ടിട്ട് ഭീഷണിപ്പെടുത്താണോ താൻ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. അതല്ല, അച്ഛനെ കണ്ടിട്ട് അച്ഛനും കുറേ നാൾ അവനെ കൊടുക്കാനുള്ള വഴിയൊക്കെ അന്വേഷിച്ച് നടന്നതല്ലേ, അപ്പം അച്ഛനെയും കൂടി ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. താൻ പറഞ്ഞു വരുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുകയാണേ. സാർ എന്തായാലും സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇടപെട്ടത്. ഇനി എന്തായാലും എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല, സി ഐയുടെ കൂടെ നിർത്തിയേ പറ്റൂ. കാരണം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ട. സാറ് താൻ അച്ഛനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? അച്ഛനിപ്പോൾ കുംഭമേളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവനെ മരുമകനായിട്ട് വീട്ടിലേക്ക് കയറ്റാനുള്ള പ്ലാനും കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്തിട്ട് കാര്യമില്ല. അച്ഛൻ വരുന്നേക്കാൾ മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക്? അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ശരി സാറേ, അങ്ങനെ ചെയ്യാം. ശരി, ഞാൻ സി ഐക്ക് കൊടുക്കാനുള്ളത് അക്കൗണ്ടിലേക്ക് ഇടാം. അക്കൗണ്ടിലേക്ക് ഇടണ്ട സാറേ, അത് പ്രശ്നമാവും. ശരി, എന്നാൽ താൻ വീട്ടിലേക്ക് വായെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത്. അതിനുശേഷം അവർ തമ്മിൽ പിരിയാണ്. രാത്രിയായപ്പോൾ വേദ പാലും കൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതെന്താ ഇത് പാലാ? അമ്മ തന്നു വിട്ടതാ, എനിക്കൊന്നും വേണ്ട. അമ്മ തിന്നിട്ടാണ്, മരുന്ന് കഴിച്ചിട്ടേ ഇത് കുടിക്കി. അത്രയ്ക്കും ഒടിച്ച് ചതച്ച് വെച്ചിരിക്കല്ലേ ശരീരം. അപ്പോൾ മരുന്ന് കുടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പാൽ കുടിച്ച് കിടക്കുന്നത് നല്ലതാ എന്ന് പറയുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് അച്ഛൻ്റെ വേദനകളും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, അവനൻ്റെ ശരീരത്തിൻ്റെ വേദനയെങ്കിലും മനസ്സിലാക്കുക എന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് വിക്രമണെന്ന് വെച്ചാൽ വേദന ഇങ്ങനെ നോക്കാണ് കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട്.
എന്നിട്ട് വേദ പറയുകയാണേ, അതെ അച്ഛൻ്റെ അടുത്ത് വെച്ച് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ഓ നിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല, ഞങ്ങൾ അച്ഛനും മക്കളും പലതുണ്ടാവും, അതിന് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല എന്ന് വിക്രം പറയും. അതെ നിങ്ങൾ അച്ഛൻ നിങ്ങൾ ബാക്ക് ബെഞ്ചറെ കുറിച്ചൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ നിങ്ങൾ അങ്ങനെയായിരുന്നു, നല്ല വിഷയത്തിലും നല്ല മാർക്ക് വാങ്ങിക്കുന്ന മിടുക്കനായ ഒരാളല്ലായിരുന്നു നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് നിങ്ങളുടെ അച്ഛൻ സങ്കടപ്പെടുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുകയാണ്. ഓഹോ എൻ്റെ അച്ഛനെക്കുറിച്ച് നീ വലിയ ധാരണ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നിൻ്റെ അച്ഛനെക്കുറിച്ചോ നിൻ്റെ അച്ഛനുണ്ടായിരുന്നില്ല അങ്ങനെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെല്ലാം തകർത്തല്ലേ നീ എന്ന് ചോദിക്കാൻ കേട്ടോ. എൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തതേ ഞാനല്ല, നിങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല ആ ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നത് എന്ന് ചോദിക്കുകയാണേ. അന്നേരം വിക്രമൊന്നും ഇടാതെ തലകുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓർമ്മ കാണും, എൻ്റെ ജീവിതം നശിപ്പിച്ചതോടൊപ്പം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിക്രത്തിനോട്. അപ്പോൾ വിക്രം ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് അന്നത്തെ ആ ഒരു അമ്പലത്തിൽ വെച്ച് സംഭവം, ആ പെൺകുട്ടിയുടെ താലി വലിച്ചു പൊട്ടിച്ച് ആ ചെക്കനെ കൊണ്ടുപോയതൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട് എന്ന് പറയുകയാണേ. എന്നിട്ട് വേദ പറയും, ആ പയ്യനും ആ പെണ്ണും ഒക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയോ? അതൊക്കെ എനിക്കെന്താ അന്വേഷിക്കേണ്ട ആവശ്യം? ഓ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ വാക്ക് കേട്ട് നിങ്ങളന്ന് ചെയ്തു, പിന്നീട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്ന് വേദ ചോദിക്കുകയാണ്. എന്നാലേ ആ പയ്യന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, അതിനിപ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് എന്തിനാണ്? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിക്രം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് ശരിയാണ്, നിങ്ങൾക്കതിൻ്റെ കാര്യമില്ല, ആക്സിഡൻറ്റിൻ്റെ കാര്യം അന്വേഷിക്കാനാണ് ആൾക്കാർക്ക് സമയം എന്നുണ്ടെങ്കിൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ആക്സിഡൻറ്റ് മനഃപൂർവ്വമാണ് നടന്നതെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ഞെട്ടലോട് കൂടിയിട്ട് വേദന നോക്കുകയാണേ. നിങ്ങൾ പറയാറില്ലേ പിള്ളസാറെന്നല്ലേ നിങ്ങൾ ആ കുട്ടിയുടെ അമ്മാവനെ വിളിക്കാറ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ തല ഇങ്ങനെ ആട്ടി ശരിയാണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അവരെല്ലാവരും കൂടി തന്നെ ചെയ്തതായിരിക്കും. കണ്ടു നിന്ന് എല്ലാവരും പറഞ്ഞു അതൊരു ആക്സിഡൻ്റ് അല്ല, മനഃപൂർവ്വമായിട്ട് വണ്ടി കൊണ്ട് ആ പയ്യനെ ഇടിച്ചതാണെന്ന്. അത് പിന്നീട് അവൻ്റെ ജീവിതം എങ്ങനെ ആക്കി തീർത്ത് അവൻ വീൽ ചെയറിലാണ് ഇപ്പോൾ ഉള്ളത്. ആ പെൺകുട്ടീനെ ഞാനൊരിക്കലും കണ്ടിരുന്നു വഴിയിൽ വെച്ചിട്ട്. ആ പെൺകുട്ടിയാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ പിള്ളസാറിന് വിളിക്കുന്ന അവളുടെ അമ്മാവനും അമ്മയും കുടുംബക്കാരൊക്കെ കൂടിയിട്ട് അവളുടെ വിവാഹം വീണ്ടും നടത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ വിഷം കഴിച്ചാണ് അവൾ അതിനോട് പ്രതികരിച്ചത് എന്ന് പറയുമ്പോൾ വിക്രാഹം ഞെട്ടലോട് കൂടിയിട്ട് വേദന നോക്കുകയാണേ. അവൾ ജീവിച്ചിരിപ്പുണ്ട്, പുറത്തേക്കൊന്നും അധികം ഇറങ്ങാതെ ഒന്നിലും താല്പര്യമില്ലാതെ രണ്ടുപേരുടെയും ജീവിതം നശിച്ചുപോയി, രണ്ട് വീട്ടുകാരുടെ കണ്ണീരും തോർന്ന സമയമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും നീയും അതിൻ്റെ കൂടെ അങ്ങോട്ട് കയറി വന്നല്ലോ, ഞാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശവും ഉണ്ടാവും. താലിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം. അന്നേരം വേദ വിക്രത്തിനെ കൊല്ലുന്നതായിട്ട് കണ്ടായ ഒരു ഭാഗമൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നതെന്ന് വേദ തുറന്ന് പറയുന്നില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ വിക്രമല്ല വേദ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അച്ഛമ്മ വിളിക്കും, ഞാൻ ഈ റൂമിലുണ്ടോ എന്ന് ഉറപ്പിക്കാനായിട്ട്, ഉറങ്ങിപ്പോയിന്നൊരു നുണ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് വേദ പാലാടെ വെച്ച് പോരുട്ടോ. അതിനുശേഷം അവിടെ തിണ്ണയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, വിക്രത്തിനെ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഈ വീട് പഴയ പോലെ ആകണമെന്നുണ്ടെങ്കിൽ വിക്രം ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് നിന്ന് വരണം. പക്ഷേ വിക്രത്തിനെ ശ്രീനിവാസ സാർ അങ്ങനെ പുറത്തേക്ക് വിടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്വാധീനം വിക്രത്തിന് മേൽ അയാൾക്കുണ്ട്. പെട്ടെന്നാണ് കേട്ടോ ഒരു കോൾ വരുന്നത്. നോക്കുമ്പോൾ ദർശനാണ്. ഹലോ ദർശൻ, എന്താ? സോറി വേദ, നേരം കുറേ ആയില്ലേ? എന്തേ നേരത്ത് ദർശൻ പറഞ്ഞോ എന്ന് പറയട്ടോ. ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെ അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണെന്ന് പറയുകയാണേ. അപ്പോൾ ദർശൻ ഒരു കാര്യം, എന്തോ സീരിയസ് ആയിട്ടുള്ള വിക്രത്തിനെ കുറിച്ചുള്ള കാര്യം വേദയോട് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.